അസ്സലാമു അലൈക്കും. ഉമ്മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പേരക്കയാണ്. അത് എടുത്ത് അച്ചാറിടുകയാണ്. പേരക്കച്ചാറാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ട ചേരുവകൾ: കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും പൊടി, കടുക്, ഉലുവ, വിനാഗിരി, എണ്ണ, പേരക്ക തട്ട 3 പേരക്ക, ഉപ്പും പൊടി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 3 അല്ലി വലുത്, ഇഞ്ചി നല്ലൊരു വലിയ കഷ്ണം, പച്ചമുളക് ഒരു 4 എണ്ണം. വെള്ളയും പച്ചയും ചുവപ്പ കളർ ഞങ്ങളുടെ പറമ്പിലത്തെ മുളകാട്ടാ കാരണം. പിന്നെ ഇവിടെ അച്ചാർ പൊടി, കായം പൊടി, ചുവന്ന മുളകും പൊടി കാണിക്കാത്ത കാശ്മീരി ചില്ലി പൗഡറും കുരുമുളകൊക്കെ പച്ചമുളകൊക്കെ അതിന് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ചുവന്ന മുളക് പൊടി ഇടണ്ടാച്ചിട്ടാണ്. അപ്പം ഇനി നമ്മളിവിടെ പേരക്ക കട്ട് ചെയ്യുകയാണ് മക്കളെ. ഒക്കെ കഴുകി തുടക്കണം കേട്ടോ എല്ലാ സാധനവും. പറമ്പിലത്തേന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുരുയുടെ ഭാഗം കട്ട് ചെയ്ത് കളയട്ടോ. പേരക്കയുടെ കുരു കൊണ്ട് അനർത്ഥമുണ്ട് മക്കളെ. പേരക്കയുടെ കുരു, തക്കാളിയുടെ കുരു, ചീര, മുരിങ്ങയുടെ ഇല, വഴുതന ഒക്കെ മൂത്രക്കല്ല് വരുമെന്ന് പെട്ടെന്ന് വൈദ്യന്മാർ പറഞ്ഞിട്ടുള്ള അറിവാട്ടോ. ഡോക്ടർമാരും വൈദ്യന്മാരും പറയണ്ടോന്നു. ഇപ്പോൾ പേരക്ക ഒരുവിധം മൂപ്പായതാണ്. കഴുകി വൃത്തിയാക്കി തുടച്ചു. അതിൻ്റെ നടുക്കലത്തെ കുരുവൊക്കെ ഒരുവിധം കളഞ്ഞിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ അരിയണം. ഇനി ഇത് മൊത്തം അരിഞ്ഞിട്ടുമ്പോൾ വരാം കേട്ടോ. ഇതാ ഈ വലിപ്പത്തിൽ പേരക്കൊക്കെ മുറിച്ചിട്ടു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് അച്ചാർ ഉണ്ടാക്കാനുള്ള വരും. സ്റ്റൗ കത്തിച്ചു. അപ്പോൾ നമ്മൾ ചട്ടി വെക്കണം. ചട്ടി വെച്ചു. എണ്ണ ചട്ടി ചൂടായി. എണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ തന്നെ ഒഴിക്കണം അച്ചാറിട്ട് വെക്കുമ്പോൾ. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും. കുറച്ചായാലും കൂടുതലായാലും. ഉലുവപ്പൊടി ഇടാത്ത കാരണമാണ് ഉലുവ പൊട്ടിക്കണം. ഉലുവ ഒരുവിധം മൂപ്പായി. അപ്പോൾ നമ്മളൊരു ടീസ്പൂൺ കടുക് ഇവിടെ പൊട്ടട്ട. 1 ടീസ്പൂൺ 1 ടീസ്പൂൺ ഉലുവ. 1 ടീസ്പൂൺ കടുക്. 1 ടീസ്പൂൺ 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 1 ടീസ്പൂ
നമ്മൾ തീ കുറക്കണം. കടുകും ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞു. വെളുത്തുള്ളി ഇടണം. ഇഞ്ചി, പച്ചമുളക്, ഒരു തരി ഉപ്പിടണം പെട്ടെന്ന് വാടാനേ. ഇപ്പോൾ മക്കളായ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വാടി പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കൊരു പിടി വേപ്പില ഇടണം. ഞാൻ പേരക്കുള്ള കഷ്ണം ഇടുന്നു. ചെറുതൊക്കെ പച്ചണ്ട് പോയിക്കണം. ഇപ്പം നമ്മുടെ തീ കുറക്കുന്നു കേട്ടോ, പൊടികളൊക്കെ ഇടാനേ. നല്ല സ്ലോവിൽ ഇരിക്കട്ടെ തീ. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ. അച്ചാർ പൊടി 1.5 ടീസ്പൂൺ. കായം പൊടി 1 പിഞ്ച്. ഇത് മുട്ടെന്നാണ് പറയുന്നത്, തെറ്റിപ്പോയി. ഇനി നന്നായി ഇളക്കുക. പച്ചമണം പോകുന്നാലും നന്നായി ഇളക്കുക. അപ്പോൾ ഇതൊക്കെ ജോയിൻ്റായിട്ടാണ്. ഇനി നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടുണ്ട്. ഇനി പാകത്തിന് 1/2 ടീസ്പൂൺ ഉപ്പിടണം. പുറങ്ങി നമുക്കെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പുറങ്ങി ഇടാം, ആവശ്യത്തിന് ഇടാം. സുർക്ക അത് കോഴിയോട് കൊക്കണം. എല്ലാവരും വീഡിയോയിലുണ്ട്. കോഴിയോട് വളർത്തി നോക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ സാധനത്താണ്. ഇനി ഇവരെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഒരു സാധനം ഇടുന്നുണ്ട്. വെല്ലമില്ലാത്ത കാരണം പഞ്ചസാര ഇടണം. ഒരു 1.5 ടീസ്പൂണ് ടീസ്പൂണ്.
അപ്പം മക്കളെ ഗ്യാസ് ഓഫാക്കുന്നു. നമ്മുടെ പേരക്കച്ചാർ ഇവിടെ റെഡിയായിരിക്കുന്നു. മക്കളും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ഉമ്മുമ്മയും കൊച്ചുമോളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.